ഓക്കെ. കൊച്ചിപ്പം ഉറക്കമായിരുന്നു, ഞാൻ ഉച്ചക്ക് ഇറങ്ങിയപ്പം. ഇപ്പം അവൻ ഉണർന്നിട്ടുണ്ട്. ഇപ്പം ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക ആൾക്കാരും എൻ്റെ ഇൻസ്റ്റയിൽ ചോദിക്കുന്നതാണ് യൂട്യൂബിൽ എന്താണ് ബ്ലോഗ് വീഡിയോസ് ഇടാത്തത്. നമുക്കൊന്നാത്തരം ബ്ലോഗ് വീഡിയോസ് ഞാൻ ചെയ്യുന്ന ജോലി വെച്ച് എനിക്ക് ഇടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുമല്ലോ, കലാസിപ്പണി, ബാങ്ക് ഷിഫ്റ്റിങ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ആ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, വ്ളോഗ് വീഡിയോസ്. പിന്നെ എടുക്കാൻ ചാൻസ് ഉള്ള ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ ഞാൻ ആക്കാനും നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ അറിയാമല്ലോ, ഓട്ടോറിക്ഷ വിശേഷങ്ങൾ മാത്രമേ ഇട്ട് പോരുന്നുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും നമുക്ക് ഈ വ്ളോഗ് വീഡിയോയിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആകണം. എന്താ വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം അടുത്തടുത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് യൂട്യൂബുകാർ പറയുന്നത് നമ്മളത്. നമുക്ക് ഉടനെ ഇനി തുടരെ നമ്മുടെ വീഡിയോസൊക്കെ കാണാം വ്ളോഗ് വീഡിയോ ആയിട്ട്. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം രാവിലത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഓട്ടമായിട്ട്. രാവിലത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഞാൻ പോകേണ്ടത്. എനിക്ക് അവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി, അതായത് 900 രൂപയുടെ ഓട്ടം. പോക്ക് വരുവാണെങ്കിൽ 1000 രൂപ കിട്ടും. ആ ഓട്ടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്തടുത്ത വിശേഷങ്ങൾ പറയാം. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല. ഡീബോർഡം പൊട്ടിയിരിക്കുക അല്ല. സ്പെയർ പാർട്സ് കടയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, അവിടെ സാധനം വന്നിട്ടില്ല. എനിക്ക് ഫുൾ സെറ്റായിട്ട് തന്നെ വേണം, ഔട്ടറും ഇന്നറായിട്ട് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് സ്പെയർ പാർട്സ് കടയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ബോർഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. മൊബൈലും എല്ലാം കൂടെ എങ്ങനെ സ്റ്റാർട്ടാക്കാൻ പറ്റും? ഞാൻ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. കൈക്ക് വലിച്ചാണ് അടിക്കുന്നത്, കാലിനാണ് വലിക്കേണ്ടത്. ഇത് ഓടൻ രാവിലെ ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടുള്ളൊരു ചെറിയ ചുക്ക അകത്തല്ല. ബൗഡൻ കറക്റ്റായിട്ട് വലിയുന്നുമില്ല, കൈക്കല്ലേ വലിക്കുന്നത്. സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി നേരെ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇനിയിപ്പോ തുമ്പോളിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ പോയിട്ട് ആളെ എടുത്തോണ്ട് നേരെ ചങ്ങനാശ്ശേരി. ഫസ്റ്റ് ഓട്ടോ അതാണ്. അങ്ങനെ വണ്ടിയിൽ ആള് കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ ആളെയും കൊണ്ട് പോകേണ്ടത് ടൗണിലോട്ടൊന്ന് പോകണമായിരുന്നു. 2 പേരുണ്ടായിരുന്നു. ഒരാൾ ടൗണിലോട്ടൊന്ന് ഇറക്കിയിട്ട് വേണം പോകാൻ, ചങ്ങനാശ്ശേരി വഴി പോകാൻ. നമുക്ക് വണ്ടിക്കാണെങ്കിൽ ഡീസലും കുറവായിരുന്നു. ഡീസലും കൂടെ അടിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത്. ക്യാഷ് ആയിട്ട് തരാം. ഏകദേശം നമ്മുടെ യാത്ര പള്ളാത്തുരുത്തി പാലം കയറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് പാടമായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പം നെല്ല് കൊയ്തതിന് ശേഷമുള്ള കിടപ്പാണ് ഈ കിടക്കുന്നത്. വണ്ടി ഓടിക്കുന്ന വീഡിയോസ് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഓടിച്ചു മാറ്റാം. ഏകദേശം ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോഴാണ് റോഡ് സൈഡിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റാണ് നടക്കുന്നത്. RTO സാർമാരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ നേരെ കാണുന്നതാണ് ചങ്ങനാശ്ശേരി. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത കോട്ടയം, റൈറ്റ് കട്ട് ചെയ്ത തിരുവല്ല. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇച്ചിരി പോസ്റ്റാണ്, കുറച്ച് നേരം വന്നിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നാളെയും കൊണ്ട് നേരെ ആലപ്പുഴയിലോട്ട് പോകണം. അവിടെ ചെന്നിട്ട് എപ്പോഴത്തെയും പോലെയൊക്കെ തന്നെ ഇങ്ങനെ ഓടി നിൽക്കണം. ചെറിയ വിശേഷങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ച് പോകാം. ആലപ്പുഴയിലാണെങ്കിൽ ടൗണിൽ അത്യാവശ്യം ഇപ്പോൾ ഓട്ടം നടക്കുന്നുണ്ട്. ഇപ്പം പെരുന്നാൾ പ്രമാണിച്ച് എല്ലാവരും ഉടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി തുണിക്കടയിലൊക്കെ അതിൻ്റെ ആയിട്ടുള്ള തിരക്കൊക്കെ ടൗണിലുണ്ട്. എൻ്റെ വണ്ടിക്കിപ്പം ടൗൺ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ടൗൺ സ്റ്റാൻഡുകളിൽ പിടിച്ചോടാൻ എനിക്ക് പറ്റത്തില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റാൻഡ് അല്ലാത്ത ഏരിയകളിലൊക്കെ കയറി ഓടിപ്പോവാലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ കൈ കാണിക്കാം, അങ്ങനെ എടുത്തോണ്ട് പോവാം. ഓട്ടോ സ്റ്റാൻഡ് പറ്റേ പോയി ഓട്ടോ എടുക്കാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടാം ടൗണിൽ കിടന്ന്. ഓട്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെർമിറ്റ് ഇല്ലെങ്കിലും വിഷയമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സെയിലിംഗ് കച്ചവടമായിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ കൊടുക്കുമെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടി ഏതായാലും കച്ചവടമായിട്ടുണ്ട്. വണ്ടീൻ്റെ പ്രൈസ് വരുന്ന എത്രയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ച് വേണേൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഈ വണ്ടിക്ക് എത്ര രൂപ വില ഇട്ടിരിക്കുന്നതെന്ന്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി, 2012 അവസാന മോഡൽ വണ്ടി, കുട്ടി ഡീസൽ, കാലി ക്ലച്ച്. ഒരു സ്ഥലത്ത് ഓരോ പേരല്ലേ. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇനി ആലപ്പുഴയെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നേരെ ആലപ്പുഴയിൽ ഓടിയെത്തിയിട്ടുണ്ട്. ഇപ്പം സ്റ്റുഡിയോയിലാണ്, ആലപ്പുഴ സ്റ്റുഡിയോയിൽ. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്നും അവർക്ക് തുണി എടുത്തുകൊണ്ട് തുമ്പോളി എന്ന് പറയുന്ന സ്ഥലം, അതായത് അവരുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടിറക്കണം. ഇപ്പം എനിക്കൊരു കോട്ടയത്തോട്ടൊരു ഓട്ടോ ഉണ്ട് ഇപ്പോൾ കാറിൻ്റെ. അതെനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ താമസിക്കുവാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്.
നല്ല ക്ഷീണമുണ്ട്, നോയമ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇനി കുറച്ചു നേരം വീട്ടിൽ പോയി കിടക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ വീട്ടിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. സെറ്റിൽ വെറുതെ കിടന്നാണ്, ക്ഷീണം കൊണ്ട് കിടന്നു പോയതാണ്, ഉറങ്ങിപ്പോയി. ഇപ്പൊ സമയം എത്രയായി? 3 മണിയായ, 3 മണി അടുത്തായിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മള് ഓട്ടമായിട്ട് തന്നെ ഓട്ടത്തിന് ഇറങ്ങണം. ഇനി സ്റ്റാൻഡ് ലക്ഷ്യം വെച്ച് നമ്മൾ പോകാൻ പോകണം. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ഇല്ലാത്ത വേണ്ടിയാണ്. എന്നാലും നമ്മുടെ ഇവിടെയുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, റാംപുറം സ്റ്റാൻഡാ, ബീച്ച് സ്റ്റാൻഡാ, അവിടെ എവിടെയെങ്കിലും കയറ്റിയിടാം. അല്ല, അവൻ അറിയാമെന്ന് തോന്നുന്നു കേട്ടാ. ഞാനിപ്പോൾ നേരെ റാംപുറം ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അനീക്കുണ്ട്, അപ്പുറത്ത് ഷൈജപ്പനുണ്ട്, വണ്ടീൻ്റെ പുറകിൽ അപ്പൂട്ടം വണ്ടി കിടക്കുവാണ്. അപ്പൂട്ട ഓട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര രൂപ ഓടി? 850 രൂപ എടുത്ത് ഓടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോക്കൽ ഓട്ടോ അല്ലേ? നോയമ്പൊക്കെ ഉണ്ടെന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. അതാണല്ലേ സൗന്ദര്യം വെക്കുന്ന. അങ്ങനെ നമുക്ക് അവിടുന്ന് ചാത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുന്ന് ഒരു ഓട്ടം കിട്ടിയത്. വണ്ടി ഓഫാക്കട്ടെ. യെസ്, ചാത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഓട്ടം കിട്ടിയത്. അവിടുന്ന് അല്ലറ ചില്ലറ ഓട്ടോ ഒക്കെ ഓടി ഇപ്പം സെന്റ് മേരി സ്കൂളിൻ്റെ റൂട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പം ഓടുന്നില്ല, വീട്ടിലോട്ടൊന്ന് പോകണം. പെരുന്നാളൊക്കെ ആയിട്ട് ഉടുപ്പൊന്നും എടുത്തിട്ടില്ല, ഉടുപ്പെടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞായിരുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കൊച്ചിപ്പം ഉറക്കമായിരുന്നു ഉച്ചക്ക് ഇറങ്ങിയപ്പം. ഇപ്പോൾ അവൻ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ലെങ്തായിട്ടെല്ലാം കാണിക്കണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയിപ്പം വീട്ടിൽ പോകണം, വൈഫായിട്ട് ടൗണിലോട്ടൊക്കെ ഒന്ന് പോകണം. പറ്റുവാണെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ, നമുക്ക് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം.